പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഓരോ ദിവസവും കർത്താവ് നമ്മളെ നടത്തുന്ന വിശ്വസ്തതകൾ, അവൻ്റെ വഴികളും അവൻ്റെ സ്നേഹവും എത്ര ശ്രേഷ്ഠമാണ്. കർത്താവ് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വിശ്വസ്തകൾ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഒരു പ്രാവശ്യം കൂടെ നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച വിഷയം തന്നെയാണ് അതിൻ്റെ തുടർമാനമായിട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നത്. യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ എന്താണ്? യേശുവിൻ്റെ രക്തം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒഴുക്കിയ രക്തം, അതിൻ്റെ വിലയാണ്, അതിൻ്റെ മഹത്വം എന്താണെന്ന്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്നത്, അല്ലെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് എങ്ങനെയാണ് ശത്രുവിൻ്റെ ബലത്തെ നമ്മുടെ ജീവിതത്തിൽ തകർക്കാൻ സാധിക്കുന്നത്. അവൻ നമ്മളോട് അവകാശം പറയുമ്പോൾ, ശത്രു നമ്മുടെ അനുഗ്രഹങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും നമ്മുടെ ഭവനങ്ങളുടെ മേലും അവകാശം പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വചനം കൊണ്ട് അവനെ ജയിക്കുന്നത്, അല്ലെ യേശുവിൻ്റെ രക്തത്തിൽ വചനം കൊണ്ട് അവനെ ജയിക്കുന്ന വചനത്തിൽ നിന്ന് നമുക്കൊന്ന് വീണ്ടും പഠിക്കാം, വീണ്ടും ധ്യാനിക്കാം. ദൈവമായ കർത്താവ് ഈ വചനധ്യാനം അനേകർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളേവരും ഈ വചനം പലർക്കും ഷെയർ ചെയ്യണമേ, അനേകർക്കത് ഉപകാരമായി തീരട്ടെ. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്ന, കർത്താവിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്നതാണല്ലേ. കർത്താവിൻ്റെ വചനം ഓരോരുത്തർ കേൾക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഓരോ രീതിയിലായിരിക്കും വെളിപ്പെട്ട് വരുന്നത്. ഞാൻ കേൾക്കുന്ന പോലെ, നിങ്ങൾ ശ്രവിക്കുന്ന പോലെ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തി ആ വചനം കേൾക്കുമ്പോൾ. ഓരോരുത്തരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം വ്യത്യസ്ത രീതികളിലാണ് പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശേഷത എന്ന് പറയുന്നത്. ആ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഭാഗത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. അവിടെ നിന്നാണ് നമ്മൾ യേശുവിൻ്റെ രക്തത്തിൻ്റെ നമ്മൾ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും താങ്കളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം താങ്കളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവിടെ എഴുതിയിരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധന്മാർ, അല്ലെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഭക്തന്മാർ എങ്ങനെയാണ് യേശുവിൻ്റെ രക്തത്താൽ അവർ സാത്താനെ ആരെ ജയിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ശത്രുവിനെ, സാത്താൻ്റെ കോട്ടകളെ അവരെങ്ങനെയാണ് ജയിച്ചത്? കർത്താവിൻ്റെ രക്തത്താലും അവരുടെ വായിലെ സാക്ഷ്യവചനം കൊണ്ടുമാണ് അവർ കർത്താവിനെ ജയിച്ച്. അവരുടെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് അവർ പറഞ്ഞേക്കുന്നത്, കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ ജയിക്കണമെങ്കിൽ, ഈ സാത്താൻ്റെ നേരെ നമുക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ നമ്മളിൽ ഒരു ക്വാളിഫിക്കേഷൻ അവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്. അവരവരുടെ പ്രാണങ്ങളെ, അല്ലെ അവരുടെ ജീവനെ അവർ സ്നേഹിച്ചില്ല. കർത്താവിന് വേണ്ടി അവരുടെ ജീവിതം തന്നെ അവർ മാറ്റിവെച്ചു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ചപ്പോൾ, അവന് വേണ്ടി മാത്രം ജീവിച്ചു കൊള്ളാം, അല്ലെ കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ ആദ്യ പ്രാധാന്യമായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുവല്ലോ. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ മുഴുവനായി സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം, അല്ലെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുകയും അത് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, ശത്രുവിനോട് നമ്മൾ ദൈവവചനത്തിൽ ഏറ്റുപറയുമ്പോൾ ശത്രു അവിടെ മുഴങ്കാലുകളെ മടക്കുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെ ആ അനുസരണത്തിൽ ജീവിക്കാത്ത ഒരു വ്യക്തിയും ശത്രുവിൻ്റെ നേരെ അവന് നിൽക്കാൻ കഴിയത്തില്ല. അത് പിശാചിന് വ്യക്തമായിട്ടറിയാം. പിശാചിനറിയാം അവൻ്റെ മുൻപിൽ നിന്ന് അവനോട് ശാസിക്കുന്ന, അല്ല അവനോട് ഡിക്ലെയർ ചെയ്യുന്ന ഈ വ്യക്തി എങ്ങനെയുള്ളതാണ്, അവൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് നിൽക്കുന്നവനാണോ, അവന് സാക്ഷ്യമുണ്ടോ, ഈ സാക്ഷ്യവചനം അവൻ്റെ വായിൽ നിന്ന് വരാൻ തക്ക യോഗ്യത അവനുണ്ടോ എന്ന പിശാചിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ഈ വചനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അവർ ജീവപര്യന്തം അവരുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യക്തി അവരുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ കർത്താവിൻ്റെ പിന്നാലെ അവരുടെ ക്രൂശ് എടുത്ത് മുഴുവനെ കർത്താവിനെ അനുഗമിച്ച വ്യക്തികൾക്ക് മാത്രമേ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ അനുഭവിക്കാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്നലെ നമ്മൾ 3 കാര്യങ്ങളെ നമ്മൾ ധ്യാനിച്ചായിരുന്നു. കർത്താവിൻ്റെ രക്തം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോവുകയാണ്. ആദ്യം കർത്താവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ക്ഷമയാണ്. നമ്മുടെ ശിക്ഷാവധിയിൽ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എല്ലാം ഒരു ശിക്ഷാവിധിക്ക് അറിയിക്കപ്പെട്ടവരാണ്, അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ കർത്താവിനെ സ്വീകരിച്ച നാളിൽ ഈ എല്ലാ ശിക്ഷാവിധിയും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നമുക്കിനി യാതൊരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, എനിക്ക് ശിക്ഷാവിധി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പിന്നെയും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കടന്നു വരികയാണെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായിട്ടും ശത്രുവിനോട് ഡിക്ലെയർ ചെയ്ത് പറയണം. നിങ്ങളുടെ വാ കൊണ്ട് അത് ഏറ്റു പറയണം, എനിക്ക് ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പൈതലാണ് ഞാൻ. എനിക്കൊരു ശിക്ഷാവിധിയും ഇനിയില്ല. പഴയതെല്ലാം കഴിഞ്ഞുപോയി. കർത്താവ് അതെല്ലാം മായ്ച്ചു കളഞ്ഞു എന്ന് ശത്രുവിനോട് നിങ്ങൾ വാ തുറന്ന് സംസാരിക്കുമ്പോൾ, അല്ലെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, പ്രഖ്യാപിക്കുമ്പോൾ, അവിടെ ദൈവവചനത്തിൻ്റെ ശക്തിയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിടുതലും
വെളിപ്പെട്ട് വരും. അപ്പോൾ ആദ്യത്തെ വിടുതൽ കർത്താവ് ചെയ്തത് രക്തത്താൽ നമുക്ക് വേണ്ടി ചെയ്തത് നിത്യശിക്ഷാവധി, അത് നമ്മൾ ഈ ശിക്ഷാവധിയിൽ നിന്ന് നമ്മൾ ഒരുങ്ങി മാറി. രണ്ടാമതവളെ നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ചാൽ 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ കർത്താവ് നമ്മൾ ഡെയിലി അല്ലെ ഈ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. സകല പാപങ്ങളിൽ നിന്നും, മുറുകെ പറ്റുന്ന സകല പാപങ്ങളിൽ നിന്നും ദിവസം തോറും കർത്താവിൻ്റെ ഈ രക്തം, പരിശുദ്ധമായ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ കുറ്റങ്ങളെ അല്ലെ നമ്മൾ വന്നു പോയിരിക്കുന്ന പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുമ്പം ഈ രക്തത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കുവാൻ, പൂർണ്ണമായി ഈ പാപങ്ങൾ നമ്മളെ വിടുവിക്കുവാൻ, പൂർണ്ണമായി നമ്മളെ ക്ലെൻസ് ചെയ്യുവാൻ കർത്താവിൻ്റെ രക്തത്തിന് മാത്രം കഴിയത്തുള്ളൂ. സോ ഡെയിലി ഒരു ക്ലെൻസിങ് അല്ല, ഡെയിലി ഒരു ശുദ്ധീകരണം കർത്താവ് ഈ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി ചെയ്തു തന്നു. മൂന്നാമത്തെ കാര്യം നമ്മളവിടെ കണ്ടത് നിത്യശിക്ഷാവധിയിൽ നിന്ന് അല്ലെ ഈ ലോകം, ഈ ഭൂമി അനുഭവിക്കാൻ പോകുന്ന നിത്യശിക്ഷാവധിയിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മളെ ആക്കി. ഇനി നമുക്കൊരു ശിക്ഷാവധിയില്ല. ഈ ലോകം അവസാനിക്കുമ്പോൾ മറ്റുള്ള ദൈവത്തെ സേവിക്കാത്തവർ വിധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ അവിടെ കാണത്തില്ല. അതിനു മുൻപേ നമ്മൾ കർത്താവിനോട് എടുക്കപ്പെടും. നിത്യതയിൽ നമ്മൾ കർത്താവിനോടൊപ്പം വാഴും. അതാണ് മൂന്നാമത് നമ്മൾ കണ്ടത്. നമുക്കിനി ജഡ്ജ്മെൻ്റ് ഇല്ല, അല്ലെങ്കിൽ നിത്യശിക്ഷാവധി അല്ലെ ന്യായവിധിയിലേക്ക് നമ്മൾ അകപ്പെടത്തില്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നാലാമത്തെ വിഷയം, 7 കൂട്ട കാര്യമാണ് ഈ രക്തം നമുക്ക് വേണ്ടി ചെയ്തത്. ഈ രക്തത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയാൽ പലവിധ ഈ ബന്ധനങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഇന്നും കർത്താവിനെ അറിഞ്ഞിട്ടും അവരുടെ ജീവിതത്തിൽ പലവിധ ബന്ധനങ്ങളുണ്ട്. ബന്ധനങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ തന്നെ ചിന്തകൾ അല്ലെ, കഴിഞ്ഞ കാലങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച പാപത്തിൻ്റെ സ്വഭാവങ്ങൾ അല്ലെ, പാപത്തിൻ്റെ വിഷയങ്ങൾ, അവർ കടന്നുപോയ വഴികൾ, ഒരുപക്ഷെ വേറൊരു വ്യക്തിയിൽ നിന്ന് അനുഭവിച്ച നിന്ദകൾ, വേദനകൾ, അവരുടെ ജീവിതത്തിൽ ഇന്നും അവരെ വേട്ടയാടുന്ന പല വ്യക്തിജീവിതങ്ങളുണ്ട്. അവരൊക്കെ ഈ രക്തത്തിൻ്റെ മഹത്വം അറിഞ്ഞാൽ, ഈ രക്തം അവർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായാൽ അവരുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായൊരു വിടുതലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ് പലരുമായിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവിൻ്റെ വചനം ഓരോ ഹൃദയങ്ങളോടും പല രീതികളിലാണ് സംസാരിക്കുന്നത്. ഈ രക്തം അനേകർക്ക് വീണ്ടും വിടുതലായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാലാമത് കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കർത്താവിൻ്റെ രക്തം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അവിടെ കർത്താവ് നമ്മളെ വേർതിരിച്ച ഒരു അനുഭവമാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. അതായത് നമ്മൾ ഈ ലോകത്തിൽ നിന്നും, ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ നിന്ന് സകല ജനവും അല്ലെ മാനവരാശി അന്ധകാരത്തിൽ കിടക്കുമ്പോൾ നമ്മളെ അവരിൽ നിന്ന് വേർതിരിച്ചൊരു കൂട്ടമാക്കി കർത്താവ് മാറ്റി. അതാണ് അവിടെ നാലാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് നമ്മളെ മാറ്റി? അവൻ്റെ രക്തം കാൽവറിയിൽ നമുക്ക് വേണ്ടി ത്യാഗമായി ഒഴിച്ചതുകൊണ്ട് നമ്മൾ വേർതിരിക്കപ്പെട്ട കൂട്ടമായി, കർത്താവിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു കൂട്ടമായി കർത്താവ് നമ്മളെ മാറ്റി നിർത്തി. അതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇത് പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ. നമ്മളെ കർത്താവ് സാങ്ക്ടിഫൈ ചെയ്തു, മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു, മാറ്റിവെച്ചു, വിശുദ്ധീകരിക്കപ്പെട്ടു. നമ്മളെ വിശുദ്ധീകരിക്കേണ്ടതിന്, തൻ്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് കർത്താവ് നഗരവാതിൽ പുറത്തു വെച്ച് കർത്താവ് കഷ്ടമനുഭവിച്ചു. കാൽവറിയിൽ കർത്താവ് തൻ്റെ പ്രാണനെ വെടിഞ്ഞത് അല്ലെ, നമുക്ക് വേണ്ടി തൻ്റെ രക്തം ഒഴിച്ചത് കർത്താവ് നമ്മളെ വേർതിരിക്കാൻ വേണ്ടിയാണ്. എവിടെ നിന്നാണ് നമ്മളെ വേർതിരിച്ചത്? എഫെസ്യ ലേഖനത്തെ പൗലോസ് പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട വിശുദ്ധ ജനമാണല്ലേ. നമ്മളെ കർത്താവ് ഈ അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് മാറ്റി നിർത്തിയ ഒരു ജനമായി കർത്താവ് നമ്മളെ തീർത്തത് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താലാണ്. അപ്പം നമ്മളവിടെ കാണുമ്പോൾ നമ്മൾ എന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ ഉള്ളവരല്ല, ഈ ലോകത്തിലുള്ളവരല്ല. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിനുള്ളവരാണ്. ഈ ലോകത്തിലുള്ളവരുടെ മേലാണ് സാത്താൻ അവകാശമുള്ളത്. സാത്താൻ പക്ഷെ നമ്മളോട് അത് പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ മേൽ സാത്താൻ അവകാശമുണ്ടെന്ന്. പക്ഷെ നിങ്ങളവിടെ ഡിക്ലെയർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷ്യവചനമായിട്ട്, നമ്മുടെ സാക്ഷ്യമായിട്ട് നമ്മൾ സാത്താനോട് പറയണം, അല്ല പിശാചേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്, അല്ലെ ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, എന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചതാണ്, അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതാണ്, ഞാൻ നിൻ്റെ അവകാശമല്ല, ഈ ലോകത്തിൻ്റെ അവകാശത്തിലുള്ള ആളല്ല ഞാൻ. നമ്മൾ കാണുന്നല്ലോ, ഒരു രാജ്യത്തിൻ്റെ വ്യക്തിക്ക് വേറൊരു രാജ്യത്തിൻ്റെ അവിടുത്തെ ഗവൺമെൻറ് ഒരു അധികാരവുമില്ല. അവൻ്റെ മേലൊരു ന്യായവിധിയോ ഒരു തീരുമാനം എടുക്കുവാനോ വേറൊരു രാജ്യത്തിന് കഴിയത്തില്ല. ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് മാത്രമേ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനോ തീരുമാനങ്ങൾ എടുക്കുവാനോ അവരുടെ മേലുള്ള റെസ്പോൺസിബിലിറ്റി ആ രാജ്യത്തിന് മാത്രമുള്ളൂ. അതുപോലെയാണ് നമ്മളും ദൈവരാജ്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ, നമ്മളെ സൂക്ഷിക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്, അല്ലെ ശത്രുവിൻ്റെ അവകാശമല്ല നമ്മൾ എന്ന് നമ്മൾ
എന്നും ശത്രുവിനോട് അത് പറയണം. എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ വീട്, എൻ്റെ ഭവനം, എൻ്റെ അനുഗ്രഹങ്ങൾ, ഇതൊന്നും നിൻ്റെ അവകാശമല്ല സാത്താനെ, ഇതെല്ലാം കർത്താവിൻ്റെ അവകാശമാണ്. കർത്താവിനാൽ വിളിച്ചു വേർതിരിച്ച്, ഈ അന്ധകാരത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ ശത്രുവിനോട് എന്നും പ്രഖ്യാപിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വം എവിടെയാണ്? സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലുള്ള നിക്ഷേപങ്ങളോ ഈ ഭൂമിയിലുള്ള ഒന്നും നമ്മുടെയല്ല. നമ്മൾ താൽക്കാലികമായി പരദേശികളായി നമ്മളിവിടെ പാർക്കുന്നു. കർത്താവ് നമ്മളെ ഇവിടെ നിർത്തുന്ന നാൾ വരെ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി നമ്മൾ ഓരോ ദിവസവും ഇവിടെ ജീവിക്കുന്നു. എന്നല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ഒരു അവകാശങ്ങളും ഇല്ല. നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല. ഈ ലോകം അനുഭവിക്കാൻ പോകുന്ന നിത്യശിക്ഷാവിധി അല്ലേ, ആ കഷ്ടങ്ങളിൽ നമ്മൾ പങ്കുള്ളവരല്ല. നമ്മുടെ അവകാശമോ സ്വർഗത്തിലാകുന്നു. ഹല്ലേലൂയ. അപ്പം 4-ാമത് കർത്താവ് നമ്മളെ എന്താണ് ചെയ്തത്? കർത്താവിൻ്റെ രക്തത്താൽ വിളിച്ചു വേർതിരിച്ചു. ഈ ലോകത്തു നിന്ന് മാറ്റി വിശുദ്ധ ജനമാക്കി തീർക്കേണ്ടതിന് നമ്മളെ വിശുദ്ധീകരിച്ചു. സ്തോത്രം. 5-ാമതായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 53 തൊട്ട് വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 53-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കാം. യേശു അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അപ്പോൾ അവിടെ പറയുന്ന വിഷയം, കർത്താവ് അവിടെ പറയുന്നത്, എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ജീവനുണ്ട്. അവിടെ ഫിസിക്കലി നമ്മൾ മാംസം തിന്നുന്നോ അല്ലെ രക്തം കുടിക്കുന്ന കാര്യമല്ല കർത്താവ് അവിടെ പറയുന്നത്. അവൻ്റെ ശരീരത്തിൽ അല്ലെ അവൻ്റെ ജീവനിൽ നമുക്ക് പങ്കുണ്ട് എന്നാണ് കർത്താവ് അവിടെ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. നമ്മുടെ ജീവൻ, നമ്മൾ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിച്ച നാളിൽ നമ്മൾ നമ്മുടെ ജീവിതം കർത്താവിന് കൊടുത്തു അല്ലേ. അപ്പം കർത്താവിൻ്റെ ജീവിതം നമുക്ക് തന്നു. അതായത് കർത്താവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിച്ചു. കർത്താവിൻ്റെ ജീവൻ എന്താ? നിത്യജീവനാണ്. ഒരിക്കലും മരണമില്ല അവിടെ. മരണം ആരുടെയാണ്? മരണം ശത്രുവിൻ്റെയാണ്. മരണം എപ്പോഴും ശത്രുവാണ്. കൊല്ലുവാനും നശിപ്പിക്കുവാനും മുടിപ്പിക്കുവാനും ആര് കടന്നു വരുന്നത്? പിശാച് കടന്നു വരുന്നത്. പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവനാകുന്നു. അവൻ നമുക്ക് വേണ്ടി നിത്യജീവൻ തരാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ഈ നിത്യജീവൻ എങ്ങനെയാണ് കർത്താവ് നമുക്ക് തന്നത്? അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ നിത്യജീവൻ്റെ അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. അതിൻ്റെ ഒരു ഡിക്ലറേഷനാണ് നമ്മൾ, അതിൻ്റെ ഒരു പ്രവൃത്തി ഫലമാണ് നമ്മൾ കാണിക്കുന്നത്. കർത്താവിൻ്റെ മേശയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അത് നമ്മൾ സാക്ഷീകരിക്കുമ്പോൾ, അല്ലെ വാഗൊണ്ട് നമ്മൾ പറയുമ്പോൾ, ഞാൻ കർത്താവിനുള്ള ആളാണ്, അല്ലെ ഞാൻ കർത്താവിൻ്റെ പൈതലാണെന്ന് നിങ്ങൾ ശത്രുവിനോട് സാക്ഷീകരിക്കുമ്പോൾ, കർത്താവിൻ്റെ ജീവൻ എന്നിലുണ്ട്, ശത്രുവേ നിൻ്റെ മരണം അല്ലെ നിൻ്റെ ചിന്ത എന്നിൽ ഇല്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ ജീവൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. അതുകൊണ്ടല്ലേ കർത്തൃമേശയിൽ പലപ്പോഴും സൗഖ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കും. നമ്മുടെ ആത്മാവിനും മനസ്സിനും നമ്മുടെ ശരീരത്തിനും രോഗസൗഖ്യം തരുന്നതാണ് കർത്താവിൻ്റെ മേശ. അതിൻ്റെ ഒരു ഫിസിക്കലായിട്ട് നമ്മൾ അതിൻ്റെ റിപ്രസെൻറ്റേഷൻ ചെയ്യുന്നതേ ഉള്ളൂ. പ്രാവർത്തികമായി നമ്മളത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു, ഞാൻ കർത്താവിൻ്റെ ജീവനിൽ പങ്കുള്ള ആളാണ്, ആ കൂട്ടായ്മയിൽ ഞാൻ പങ്കുചേരുന്നു എന്ന് നമ്മൾ കാണിക്കുന്നതാണ്. പക്ഷേ നമ്മളെപ്പോഴും വാഗൊണ്ടും നമ്മൾ പറയണം ശത്രുവിനോട്, എൻ്റെ ജീവൻ ആരാണ് എന്നിൽ തന്നത്? കർത്താവായ യേശു ക്രിസ്തുവാണ് തൻ്റെ ജീവൻ എന്നിലേക്ക് പകർന്നത്. ആ ജീവൻ നിത്യജീവനാകുന്നു, എന്നേക്കും നിലനിൽക്കുന്ന ജീവനാകുന്നു. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും പ്രത്യാശയില്ലാതെ അവർ ഓരോ ദിവസവും ജീവിച്ച് മരിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന നിത്യജീവനിലേക്കല്ല, പക്ഷെ നമുക്ക് പ്രത്യാശയുള്ളത്, നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ മരിച്ചാലും ജീവിച്ചാലും ലാഭം, എനിക്ക് പ്രയോജനമേ ഉള്ളൂ. കാരണം ഞാൻ മരിച്ചാലും കർത്താവിനോടൊപ്പമാണ്, ഭൂമിയിൽ നിൽക്കുമ്പോഴും കർത്താവിന് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം. നമ്മുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ നിത്യരാജ്യത്തിൽ അവനോടുകൂടെ വാഴും. കർത്താവ് തന്ന ജീവൻ ഈ ലോകത്തിൽ നിന്നു പോകുന്നതും മാഞ്ഞു പോകുന്നതും അല്ല. ആ ജീവൻ എന്നും നിത്യജീവനാണ്. നിത്യജീവൻ്റെ അവകാശികളാക്കി മാറ്റി ഈ പരിശുദ്ധ രക്തം നമ്മളെ. സ്തോത്രം. 5-ാമത്തെ കാര്യം, നമ്മൾക്ക് കർത്താവ് നിത്യജീവൻ തന്നു. ആ നിത്യജീവൻ നമുക്ക് ഈ രക്തത്തിലൂടെയാണ് പ്രാപിക്കുവാൻ ഇടയായി തീർന്നു. ഇനി 6-ാമത്തെ കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? നമുക്കത് വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു, പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും
പുതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ഈ രക്തം നമുക്ക് എന്താണ് തരുന്നത്? ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹാബേലിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്താ നിലവിളിച്ചേ? ഹാബേൽ സ്വന്തം സഹോദരൻ അവനെ കൊന്നു കളഞ്ഞപ്പോൾ ആ രക്തം പ്രതികാരത്തിന് വേണ്ടി കർത്താവിനോട്, ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ യേശുവിൻ്റെ രക്തം എന്താണ് പറഞ്ഞത്? നമുക്ക് വേണ്ടി കരുണയാണ് കർത്താവ് ചോദിച്ചത്. ആ രക്തം ഗുണകരമായാണ് നമുക്ക് വേണ്ടി സംസാരിച്ചത്. അവനെ ക്രൂശിച്ചിട്ടും, അവനെ ഈ ക്രൂശിൽ വെച്ച് തറച്ച് അവൻ്റെ ജീവനെ എടുത്തിട്ടും കർത്താവ് പറഞ്ഞു, ഇവരോട് ക്ഷമിക്കണമേ, ഇവരെന്താ ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ രക്തം നമുക്ക് വേണ്ടി ഗുണകരമായിട്ടാണ് സംസാരിച്ചത്. അതാണ് പറഞ്ഞത്, ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആ രക്തം. അവിടെ കർത്താവ് എന്താണ് നമുക്ക് ചെയ്തത്? കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് ചെയ്യുന്നത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്, ഇൻ്റർസെഷനാണ് അവിടെ കാണിക്കുന്നത്. ഈ രക്തത്താൽ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. എന്തിനാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർത്താവ് നമുക്ക് വേണ്ടി. കാരണം കർത്താവ് നമുക്ക് വേണ്ടി തന്നെ രക്തത്തെ കാൽവറിയിൽ ഒഴിച്ചു. നമുക്ക് വേണ്ടി, അതായത് കർത്താവ് ആർക്ക് വേണ്ടിയാണോ ജീവനെ കൊടുത്തത്, രക്തം ഒഴിച്ചത്, നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് ഇന്നും മധ്യസ്ഥനായി നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. പക്ഷപാതം ചെയ്യുന്നു പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇൻ്റർസെഷനുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയാണ് പക്ഷപാതം ചെയ്യുന്നത്. കർത്താവ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടിയാണ് പക്ഷപാതം ചെയ്യുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ നമുക്കതിൽ ഒരു പങ്കുമില്ല. നമ്മളതിൽ കർത്താവിനെ ഒന്നും സഹായിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി എപ്പോഴും മധ്യസ്ഥ വഹിക്കുകയാണ്, നമുക്ക് വേണ്ടി എപ്പോഴും കർത്താവ് അപേക്ഷിക്കുകയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് മധ്യസ്ഥത ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പക്ഷപാതം ചെയ്യുക. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇൻ്റർസെഷൻ ചെയ്യുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ആണ് മധ്യസ്ഥത ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയാണ് പിതാവിനോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. കാരണം നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനെ നിഷേധിക്കാൻ കഴിയത്തില്ലല്ലോ. ഇനി പരിശുദ്ധാത്മാവിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, അതൊരു വേറൊരു വിഷയമാണ്. അത് നമുക്ക് പിന്നീടൊരു ദിവസം ചിന്തിക്കാം. പക്ഷെ മധ്യസ്ഥത രണ്ട് തരത്തിലുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി കർത്താവ് രക്തം ഒഴിച്ചതുകൊണ്ട്, അല്ലെ കർത്താവ് തൻ്റെ പ്രാണനെ ത്യജിച്ചതുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവ് മധ്യസ്ഥത ചെയ്യുകയാണ്. സോ നിങ്ങൾക്കും എനിക്കും വേണ്ടി കർത്താവ് എപ്പോഴും എപ്പോഴും മധ്യസ്ഥനാണ്. എപ്പോഴും കർത്താവ് നമുക്ക് വേണ്ടി ഇൻ്റർസെഷൻ ചെയ്യുകയാണ് സ്വർഗത്തിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അടുത്തത് നമുക്ക് വായിക്കാം. 7ാമത്തെ കാര്യം, കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കണം, കർത്താവ് 7 പ്രാവശ്യം, ഞാൻ നേരത്തെയുള്ള എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 7 പ്രാവശ്യം 7 സ്ഥലങ്ങളായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചൊരിഞ്ഞത്. ആ രക്തം ചൊരിഞ്ഞതിൻ്റെ ഓരോന്നിൻ്റെ ഓരോ ആത്മീയ അർത്ഥങ്ങളും അതിൻ്റെതായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഏതൊക്കെ 7 ഭാഗങ്ങൾ അല്ലെങ്കിൽ 7 ഏരിയകളിൽ എവിടെയൊക്കെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിടുതലായി യേശുവിൻ്റെ രക്തം മാറുന്നത് എന്ന് ഞാൻ അവിടെ സംസാരിച്ചായിരുന്നു. പക്ഷേ ഈ 7 പ്രാവശ്യം ചൊരിഞ്ഞ രക്തം അതിൻ്റെ 7 രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാണ്. നമ്മളത് അപ്ലൈ ചെയ്യേണ്ടതാണ്. നമ്മൾ പല ഭാഗങ്ങൾ യേശുവിൻ്റെ രക്തം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് നമുക്ക് പ്രയോജനമായി തീരുന്നതെന്നാണ് 7 ബെനിഫിറ്റ്സ് അല്ലെ 7 പ്രയോജനങ്ങൾ അതിൽ നിന്നാണ് നമ്മളിന്ന് കാണുന്നത്. 7ാമത്തെ കാര്യം, ഏറ്റവും അവസാനത്തെ കാര്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, എബ്രായർ 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. സോ അവിടെ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശുവിൻ്റെ രക്തം ചൊരിഞ്ഞതുകൊണ്ട് കർത്താവ് അവിടെ നമുക്ക് വേണ്ടി അവൻ്റെ രക്തത്താൽ നമുക്ക് എന്തോ ലഭിച്ചത്, പ്രവേശനം ലഭിച്ചു. നമുക്ക് ആക്സസ് ടു ത്രോൺ, അല്ലേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ പ്രവേശനം നമുക്ക് കിട്ടി. ന്യായപ്രമാണത്തിൽ അല്ലേ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മഹാപുരോഹിതനാണ്ടിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ധൈര്യത്തോടല്ല കടന്നു ചെല്ലുന്നത്, ഭയത്തോടും വിറയലോടും കൂടെയാണ് മഹാപുരോഹിതൻ അവിടെ കടന്നു ചെല്ലുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാൻ ആർക്കും ഭയമാണ്.
മഹാപുരോഹിതനകത്ത് ചെല്ലുമ്പോൾ ജനമെല്ലാം പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മഹാപുരോഹിതന് വല്ലതും സംഭവിച്ചോ, ദൈവം എന്തെങ്കിലും ശിക്ഷ കൊടുത്തോ എന്നറിയാൻ, ഈ മഹാപുരോഹിതൻ ഓക്കെ ആണോ എന്നറിയാൻ മഹാപുരോഹിതൻ്റെ അരയ്ക്ക് ചുറ്റും ഒരു മടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബെൽറ്റ് പോലെ ഒരു വള്ളിയുണ്ട്. ആ വള്ളിക്കെട്ട് അരക്കെട്ടുള്ളത് കൊണ്ട് ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന് ഈ മണികളുടെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാകും മഹാപുരോഹിതൻ അവിടെ ജീവനോടെ ഉണ്ടെന്ന്. അപ്പം പഴയ നിയമത്തിൽ ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നത് ധൈര്യത്തോടെയല്ല മഹാപുരോഹിതൻ കടന്നു ചെല്ലുന്നത്. പക്ഷേ ഇന്ന് പുതിയ നിയമത്തിൽ അവൻ്റെ നിത്യ രക്തത്താൽ വിടിവിക്കപ്പെട്ട നമ്മൾക്ക് ധൈര്യത്തോടെ നമുക്ക് പ്രവേശിക്കാം. നമുക്ക് ധൈര്യമുണ്ട് അവൻ്റെ കൃപാസനത്തോട് അടുത്ത് ചെല്ലാൻ, അവനോട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ, കർത്താവേ എന്ന് നിലവിളിക്കുവാൻ നമുക്ക് ധൈര്യമുണ്ട്. എന്തുകൊണ്ട്? എങ്ങനെയാ പ്രവേശനം ലഭിച്ചേ? എങ്ങനെയാ ധൈര്യം അല്ലെ ആ കോൺഫിഡൻസ് നമുക്ക് ലഭിച്ചേ? കർത്താവിൻ്റെ രക്തത്താലാണ്. കാരണം ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായിട്ട് പ്രായശ്ചിത്തമായി തീർന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാൻ അവകാശമുണ്ട്. നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഈ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് അപ്പാ പിതാവേ എന്ന് വിളിച്ചടുത്ത് ചെല്ലാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. കാരണം നിങ്ങളും ഞാനും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് നിലവിളിക്കുവാൻ അല്ലെ പ്രാർത്ഥിക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. പഴയ നിയമം അനുസരിച്ചാണെങ്കിൽ നമ്മൾ എത്ര കാളകളെയും എത്ര മൃഗങ്ങളെയും അറുത്ത് പ്രായശ്ചിത്തം കഴിച്ചാലേ ദൈവസന്നിധിയിലേക്കൊന്ന് അടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാലും ഭയത്തോടെയായിരുന്നു അന്ന് ജനം ദൈവപാദയുടെ അടുത്ത് വരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ധൈര്യമുണ്ടല്ലേ? ഇന്ന് കൃപാസനത്തോട് അടുത്ത് ചെല്ലാൻ കർത്താവ് നമുക്ക് പ്രവേശനം തന്നു, നമുക്ക് ധൈര്യം തന്നു. അതെങ്ങനെയാണ് സാധിച്ചത്? കർത്താവിൻ്റെ രക്തത്താലാണ്. സ്തോത്രം. ഈ രക്തമാണ് നമുക്ക് ധൈര്യം തന്നത്. കർത്താവ് ഒഴിച്ച ഈ രക്തത്താലാണ് നമുക്ക് ധൈര്യവും വിടുതലും. എത്ര കാര്യങ്ങളിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ രക്തം, നമ്മൾ രക്തമെന്ന് പറഞ്ഞാൽ വിടുതൽ സംഭവിക്കത്തില്ല. രക്തമെന്ന് പറയുവാനുള്ള യോഗ്യത ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നടപ്പിലും കർത്താവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിലും അത് ദിവസവും വെളിപ്പെട്ട് വരുമ്പോൾ അല്ലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സമർപ്പണത്തോടെ നമ്മളായിരിക്കുമ്പോൾ ആ രക്തത്തിൻ്റെ ശക്തി നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. വചനം നമ്മൾ പറയുമ്പോൾ, നമ്മുടെ വായിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ശത്രുവിനോട് പ്രഖ്യാപിക്കുമ്പോൾ ശത്രുവിന് അവിടെ നിന്ന് മാറിയേ പറ്റൂ. കാരണം ശത്രുവിനറിയാം ഈ നിൽക്കുന്ന ദൈവ പൈതൽ അല്ലെ ഈ എന്നോട് സംസാരിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ ദാസനാണ്, ദൈവത്തിൻ്റെ ദാസിയാണ്, ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിയാണ്. ശത്രുവിന് വ്യക്തമായിട്ട് അറിയാം ദൈവമക്കളെ. അതുകൊണ്ട് കർത്താവിൻ്റെ രക്തം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഒരു അവകാശങ്ങളെയും തൊടുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ തലമുറകളെ നമ്മുടെ കുടുംബം നമ്മുടെ അവകാശം ഒന്നും ശത്രുവിന് തൊടാൻ സാധിക്കത്തില്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. നമ്മൾ ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മുദ്രയിടണേ, സൂക്ഷിക്കണേ, അവർ കടന്നു പോകുന്ന മേഖലകളിലെല്ലാം അവരെ പരിപാലിക്കണേ. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ധൈര്യം ലഭിക്കുന്നത്? കാരണം നമുക്ക് കർത്താവിലൊരു സാക്ഷ്യമുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സന്നിധി നിലവിളിക്കുമ്പോൾ ആ രക്തം അവരെ മുദ്രയിടും, ആ രക്തം അവരെ സൂക്ഷിക്കും. ആ രക്തം കണ്ടാൽ ശത്രുവിന് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഈ രക്തത്തിൻ്റെ വിടുതലും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി വീണ്ടും സാധിക്കട്ടെ. എന്തുകൊണ്ട് പല വ്യക്തികളും അല്ലെ പല വിശ്വാസികളും യൗവനക്കാർ ഇന്നും ബന്ധനത്തിനകത്താണെന്ന് ചോദിച്ചാൽ അവർ കർത്താവിനെ അറിഞ്ഞു, ഒരുപക്ഷെ സ്നാനപ്പെട്ടു, കർത്താവിൻ്റെ വിടുതലൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവരായിരിക്കാം. പക്ഷേ കർത്താവിൻ്റെ വചനം നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വചനം യഥാർത്ഥമായി അതെന്താണ് പറയുന്നത്. വചനത്തിനൊരു വ്യവസ്ഥയുണ്ട് ദൈവമക്കളെ. ആ വ്യവസ്ഥ പ്രകാരം നമ്മൾ വചനത്തെ ഉപയോഗിച്ചാൽ വചനം നമുക്ക് വിടുതലാണ്. വചനം പറയുന്നത് പോലെ നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ, വചനത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചെയ്താൽ ഒരിക്കലും സാത്താൻ അവിടെ നമ്മുടെ നന്മകളെ തടയുവാനോ നമ്മുടെ അനുഗ്രഹത്തെ തടയുവാനോ ശത്രുവിന് കഴിയത്തില്ല. കാരണം നമ്മൾ വചനപ്രകാരമാണ് അടുത്ത് ചെല്ലുന്നത്. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടല്ല നമ്മളവിടെ പറയുന്നത്. നമ്മൾ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു ആ വചനമാണ് ശത്രുവിനോട് ഡിക്ലെയർ ചെയ്യുന്നത്. ശത്രുവെ, പിശാശേ, ഇത് എൻ്റെ തലമുറയാണ്, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട പൈതലാണ് ഞാൻ, അവൻ്റെ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പുണ്ട്, കർത്താവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകിയതുകൊണ്ട് എൻ്റെ പഴയ പാപങ്ങൾക്ക് ഇനി എന്നിൽ സ്ഥാനമില്ല, പഴയ പാപങ്ങൾക്ക് എനിക്ക് ശിക്ഷാവിധിയില്ല, ഞാൻ ഒരു ശിക്ഷാവിധിക്കും അർഹിക്കപ്പെട്ടവനല്ല, ഞാൻ എന്നും കർത്താവിൻ്റെ രക്തം കൊണ്ട് ക്ലെൻസിങ് പ്രാപിക്കുന്ന അല്ലെ ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തിയാണ് എന്ന് നമ്മൾ വാഗൊണ്ട് ഡിക്ലെയർ ചെയ്ത് പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വിടുതൽ സംഭവിക്കുകയാണ് ദൈവമക്കളെ. പലർക്കും വചനത്തെ അതിൻ്റെ രീതിയിൽ ഗ്രഹിക്കാനോ അല്ലെ മനസ്സിലാക്കാനോ കഴിയില്ല. പലരും ഇന്നും മാനസിക ഉള്ളവരുണ്ട്. മാനസികമായ ഡിപ്രഷനും പലവിധ മാനസിക ബുദ്ധിമുട്ടുകളുള്ള അനേക പ്രിയപ്പെട്ടവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോടൊക്കെ നമ്മൾ പറയണം,
ഇത് ഒരു രോഗമല്ല, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും വചനത്തിന് അവരെ വിടുവിക്കാൻ കഴിയും. പക്ഷേ അനേകർക്കും ഇന്നത് സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് അനേകർ നശിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി, അല്ലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിൽ വിടുതൽ സംഭവിക്കും. ദൈവമക്കളെ, നമുക്ക് ഒരു പക്ഷേ വലിയ കൺവെൻഷൻ വേദികളിൽ നിന്ന് പ്രസംഗിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു വാക്ക്, അല്ലെ ഒരു വചനം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ, അല്ലെ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വിടുതൽ സംഭവിക്കുകയാണ്. അത് കർത്താവ് കാണുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും, നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ വചനവും ശത്രുവിൻ്റെ നേരെ ആയുധങ്ങളാണ്. അത് മറ്റുള്ളവർക്ക് വിടുതലും അനുഗ്രഹവുമായി മാറട്ടെ. ഇന്നത്തെ ഈ ടീച്ചിങ് നിങ്ങളെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. അനേകരിലേക്ക് നിങ്ങളത് ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.